പഠിച്ചവനെ, ഞങ്ങളിൽ നിന്നും അള്ളാഹുവിലേക്ക് യാത്രയായ സഹോദരന്റെ ഖബറിനെ നീ വിശാലമാക്കി കൊടുക്കണേ അല്ലാ. സ്വർഗത്തിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടണേ നാഥാ. ഞങ്ങളുടെ ദുആ നീ സ്വീകരിക്കണേ അല്ലാ. ഈ മജ്ലിസിൽ നിന്നും ഞങ്ങൾ ദുആ ചെയ്യുന്ന ദുആ ഖബറിലേക്ക് എത്തിച്ചു കൊടുക്കണേ നാഥാ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. മോളെ, ഹാഷിർ എവിടെ? ഹാഷിർ നല്ല വേണം. എടാ ആരാ നീ നോക്കിക്കോ, എനിക്ക് എന്തായാലും അനിയനായിരിക്കും. എനിക്കും അതെ. ബെറ്ററുണ്ടോ? ആ ഉണ്ട്. എന്തായാലും എന്റെ അനിയനായിരിക്കും കാണാനായിട്ട് പോലും. എന്താ എന്റെ അനിയൻ എന്നെ പോലെ ഇരിക്കല്ലോ. പോടാ. നമുക്ക് വേഗം ആശുപത്രിയിൽ എത്താം. പേടിക്കണ്ട പേടിക്കണ്ട. നോക്കിയാ അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അൽഹംദുലില്ലാഹ്. ഒരു കുഴപ്പമില്ല. ഓ കെട്ടിപ്പിടിച്ച് ഉമ്മയും വെച്ചോണ്ട് നിൽക്കാതെ പെണ്ണിനെ പെട്ടെന്ന് ആശുപത്രി കൊണ്ടുവന്ന് നോക്കാം. ഇത്തിരി വേദനെടുത്താലും സുഖപ്രസവമല്ലേ നല്ലത്? എന്നാ പിന്നെ ഉസ്താദ് പോയി പ്രസവിക്കും. വണ്ടി വേഗം വിട്. മക്കളെ വിഷമിക്കണ്ട, അവര് പൊന്നുപോലൊരു കുഞ്ഞാവെ കൊണ്ടുവരും. ഡാ അനിയനായിരിക്കോ? പിന്നെ എനിക്ക് ഉറപ്പായിട്ടും അനിയനായിരിക്കും. എന്റെ ഉമ്മച്ചിക്ക് വേദന വരുന്നില്ലല്ലോ. എന്താടാ ഉമ്മച്ചിക്ക് വേദന വരുന്നില്ലേ? ഉമ്മ ഉറങ്ങിയോ? എന്താടാ ഉമ്മക്ക് വേദന എടുക്കുന്നില്ലേ? നിനക്ക് കുറച്ച് വേദന വേണോ? അയ്യോ വേണ്ട വേണ്ടേ. എന്നാ പിന്നെ മിണ്ടാതെ ഉറങ്ങും. ഉമ്മക്ക് വേദന വരുന്നില്ലേ? നിനക്ക് എന്താടാ ഹാഷി? നീ എനിക്ക് വേദന പറഞ്ഞത് കാണാൻ നിൽക്കുവാണോ? എന്നാ കഴി, എനിക്ക് വേറെ പണിയുണ്ട്. ഹലോ. എടാ ഹലോ, ഉമ്മച്ചിക്ക് വേദന വന്നടാ. അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്. വാ 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 വാ. ആശിറേ, ഇനിയിപ്പോ കളിക്കാൻ കൂട്ടിട്ട് ആണും കൂടെ ആയല്ലോ. നീയാ ഇനി മെയിൻ. മോളെ കണ്ട ഉമ്മയും പാപ്പയും പറിച്ചു വെച്ചേക്കുവാ. പിന്നെ അവനെ കണ്ട ഉപ്പൂപ്പയുടെ തനി സ്വരൂപമാ. എന്താ റബ്ബേ, സ്വഭാവം കിട്ടാതിരുന്നാ മതിയായിരുന്നു. ഇത് ഉമ്മച്ചി കൊടുക്കാൻ പറഞ്ഞേ. വാടാ എന്റെ അനിയനെ കാണാം. ഞാനില്ല. അതെന്താടാ? എനിക്ക് അനിയനില്ലല്ലോ, അനിയത്തിയല്ലേ. അനിയനാണ് കളിക്കാൻ ഒരു കൂട്ടായനെ. അതിനെന്താടാ, നിനക്ക് എന്റെ അനിയന്റെ കൂടെ കളിക്കാൻ പറ്റുമല്ലോ. എന്നാലും എന്റെ അനിയനായില്ലല്ലോ. നീ വിഷമിക്കണ്ടടാ, എന്റെ അനിയനെ കൊണ്ട് നിന്റെ അനിയത്തെ നിക്കാവിപ്പിക്കാം. അതാവുമ്പോ നിനക്ക് അനിയനാവുമല്ലോ. അത് കൊള്ളാം. എന്നാ വാ. എന്റെ അനിയത്തെ പക്ഷേ പോലീസുകാരനെ കൊണ്ട് നിക്കാഹ് കഴിപ്പിക്കത്തുള്ളൂ. നീ അവന്റെ മുഖത്തോട്ടോ നോക്കിക്കേ, ഒരു പോലീസിന്റെ ലുക്ക് ഇല്ലേ? കണ്ടാ? എന്റെ ഉമ്മപ്പ എന്നെ തീരെ നോക്കാറ് പോലുമില്ല. ഫുൾ ടൈം അസ്നയുടെ പുറകെ. പക്ഷെ എന്താണ് എങ്ങനെന്നല്ല, ഉമ്മാക്ക് എന്നെ ഭയങ്കര കാര്യമാണ്. നീല വീട്ടിലെ മെയിൻ. ഉമ്മാക്ക് ഞാൻ എപ്പോഴും അടുത്ത് വേണം, എപ്പോഴും വിളിച്ചോണ്ടിരിക്കും. എപ്പോഴും എപ്പോഴും. എടാ ഹാഷി,
ആ നിനക്കു ചമഞ്ഞാടാനായി വളമായി ഞാൻ മാറിയിടാം. തുള്ളൻ മീലിമുട്ട ഇലപ്പനോ അകലെ പുഴുകളോ മണ്ടരിയോ കളകളിൽ നിന്ന് അകലെ. ഉമ്മ എന്തിനാ എപ്പോഴും നിന്നെ വിളിക്കുന്നേ? ഹാഷി വാവയുടെ കളിപ്പാട്ട് എടുത്തോണ്ടോന്നേ. വാവയുടെ തുണി പുറത്തുണ്ട്, എടുത്തിട്ട് വാ. എടാ ഹാഷി, ആ മോട്ടറിന്റെ സ്വിച്ച് ഒന്ന് ഓഫ് ചെയ്യടാ. ആ ഗ്യാസ് ഒന്ന് ഓഫ് ചെയ്തേടാ. എടാ ഹാഷി, കുഞ്ഞെണീറ്റ് നീച്ചെന്ന് അവനെ നോക്കും. കളിക്കാൻ പോകാൻ പറ്റില്ല. ഒന്ന് ഉറങ്ങ്. തണല് മന്ദിരമാം വനികയിൽ വർണ്ണങ്ങളായി നീ പടര് വാനില ചെടിയേ. ഈ ഉമ്മേനെ കൊണ്ട് തോറ്റു. വാനില ചെടിയേ ചെറുക്കനെ കൊണ്ട് ശല്യം. നാശിക്കുട്ടി കുളിക്കാണ്. ഉമ്മയുടെ നാച്ചു തണുക്കടാ. എടാ തോർത്തിങ് എടുത്തോണ്ട് വന്നേടാ. എനിക്കൊന്ന് വയ്യ ഇനി. നീയല്ലേ ഇവിടുത്തെ മെയിൻ. നീ പോടി. ദാ, പോയി എടുത്തോണ്ട് വാടാ. എടാ, ഹാഷുവേ, അതേ വരുവാ. കുറച്ച് നിന്നാ മതി, അല്ലെങ്കിലേ തടിച്ചിട്ടാ. എന്നാ. എടാ ഹാഷി, ഇങ്ങോട്ട് വന്നേടാ. അതേ വരുവാ. നാശിക്കുട്ടി സുന്ദരനായല്ലോ. നല്ല കുട്ടിയായിട്ട് പോയിട്ട് വരണേ, കരയല്ലേ. ഇല്ല. ഇന്നാടാ പോയിട്ട് വരണേ. ആ വാ പോവാ. ചേച്ചാ. എടാ ഹാഷിടെ ചോറ്റുപാത്രം എവിടെയാടാ? അതോ ബാഗിലുണ്ടാവും. എടാ നിന്റെ അല്ലേ നാശിയുടെ. എനിക്കെങ്ങനെ അറിയാനാ? അവനോട് പോയി ചോദിക്ക്. എടാ അവൻ കൊച്ചല്ലേ, ഇതൊക്കെ നീ വേണ്ടേ നോക്കാൻ. പോയി എവിടെന്നാന്ന് വെച്ചാ ചോറ്റുപാത്രം എടുത്തോണ്ട് വാ. പറഞ്ഞിട്ട് വല്ല മൈൻഡ് ഉണ്ടോ നോക്കിയേ. ഇത്ര അഹങ്കാരം ഉണ്ടോ പിള്ളേർക്ക്? നിന്റെ അടുത്തല്ലേടാ പറയുന്നത്. എനിക്കറിഞ്ഞൂടെന്ന്. ഇനി പാത്രം കൊണ്ടുവന്നിട്ട് നീ മീന് തീറ്റ കൊടുത്താ മതി. അവന്റെ ഒരു മീനെ തീറ്റിക്കല്. അവനത് ഇവിടെ കൊണ്ടേ കളഞ്ഞ്. അവന്റെ ക്ലാസ് ഇരിപ്പുണ്ടാവും. അതെടുത്ത് കൊടുക്കാണ്ട് ഉമ്മച്ചി ഫിഷ് ഫുഡ് തരില്ലടാ. അന്ന ഇപ്പൊ പോയി എടുത്താ പോരെ? ഈ രാത്രി ഞാൻ ഒറ്റയ്ക്കാ. എടാ ഞാനും വരാ. നീ വരൂ? ഞാനല്ലാതെ പിന്നെ ആര്? വാ. എടാ പേടിയാവണ്ട. ഇത് നമ്മുടെ സ്കൂൾ തന്നെ. പകലിങ്ങനെ അല്ലല്ലോ. അല്ല, നമുക്ക് തിരിച്ചു പോയാലോ? എടാ നീ ഒന്ന് വന്നേ. ഇതിലേതാണ് അവന്റെ ക്ലാസ്? ഇതാ അവന്റെ ക്ലാസ്. ആഹാ, ഇതിപ്പോ എവിടെ നിന്ന് കിട്ടി? അതല്ല എന്റെ കയ്യിലായി പോയി. ഇതങ്ങ് വെച്ചിട്ട് ഫിഷ് ഫുഡ് അങ്ങ് എടുത്താ. ആദ്യം നീ അതുകൊണ്ട് കഴുകി വെക്കുക, എന്നിട്ട് തരാം നിന്റെ മീന്റെ തീറ്റയൊക്കെ. മീന്റെ തീറ്റയാണോ നോക്കണേ? ആ, അത് ഞാൻ മൊത്തം കൊടുത്തല്ലോ. മൊത്തം എടുത്താ? ആ, അത് നേരത്തെ ഒന്നും കഴിച്ചില്ലല്ലോ. മൊത്തം കഴിട്ടെടുത്താ ചത്താവൂലേ?
ഉമ്മ ഒരു 120 രൂപ പറഞ്ഞേ. ഫിഷ് ഫുഡ് തീർന്ന്. പുട്ടോടി മാറിട്ടോ. മുട്ടിന്റെ വാപ്പാ കൊണ്ട് വരാ. എന്തോന്ന്? എന്ത് മീൻ്റെ കാര്യം നോക്കാൻ എനിക്കറിയാം. നീ നിനക്കറിയുന്ന കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞാൽ കേട്ടാ. ഞാനും കുറെ മീൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അല്ല നിന്റെ കടുവിന്റെ അത്രയുള്ള ഗപ്പിയൊന്നും അല്ല. ഓ നീ ഇത്രയുള്ള കൊമ്പസാനം വളർത്തിയൊന്ന് പോടേ. മരിച്ചു വാപ്പേ പറഞ്ഞു. പിന്നെ എന്റെ മീനെ പറഞ്ഞിട്ടല്ലേ ഒരു സൗകര്യം തരൂലല്ലോ ഈ പിള്ളേര്. അതൊക്കെ ആശ്രയാലും ഒരൊച്ച പോലും പുറത്ത് കേൾക്കൂലല്ലോ. എന്റെ ഷർട്ട് കടിച്ചു കയറിയവള്. നിങ്ങളൊന്നും കാണുന്നില്ല ഉമ്മ എന്നെ കടിച്ചു കയറുന്നത്. ആശ്ര നിന്റെ ഷർട്ടാണോ എനിക്ക് തരാൻ? അവളെന്നെ ഇപ്പൊ തിരിഞ്ഞു നോക്കും. നോക്കിയോ നീ കിടന്ന് അലറിയ പോലെ അവൾ ഞാൻ തിരിഞ്ഞു നോക്കത്തില്ല. ആശ്രയ തിരിഞ്ഞു നോക്കാൻ വേണ്ടി മാത്രം എന്ത് ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ള? അവളെ നോക്കുന്ന 150 ആണുങ്ങൾ ഒരാൾ മാത്രമാണ് നീ. ഒരാൾ അതിനൊക്കെ 150 പേരാ. എന്റെ നിർഗുണമേ, അതൊരു അതിശോക്തി പറഞ്ഞ അതിക്കറി പിടിക്കല്ലേ. ആശ്രയ അവള് നിന്നെ നോക്കാൻ വേണ്ടി മാത്രം എന്തെങ്കിലും കഴിവുണ്ടോ? എന്തെങ്കിലും ഒരു കഴിവ്? നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളൊക്കെ പുറത്തെടുത്ത് അത് വികസിപ്പിച്ച് ആർജവമുള്ള ഒരു യുവജനതയായി നിങ്ങൾ മാറണം. നമ്മുടെ പ്രിയങ്കരനായ അബ്ദുൽ കലാം സാർ പറഞ്ഞതുപോലെ നിങ്ങൾ ഉറങ്ങുമ്പോൾ കാണുന്നതല്ല സ്വപ്നം. ഹട്ടിലൊട്ടിയ ജല്ലല്ലേ, റോസ് വാട്ടർ സ്മെല്ലല്ലേ, മുത്തു കായ്ക്കണ ഷെല്ലല്ലേ, അല്ലേ അല്ലേ. ഹാർട്ട് ബീറ്റിന് ഡ്രമല്ലേ, വീണ് കിട്ടിയ ജമ്മല്ലേ, ഡിസ്നി തോറ്റൊരു ബൊമ്മല്ലേ, അല്ലേ അല്ലേ. സറണ്ടറായി മനസ്സ്, നിരന്തരം നീ തപസ്, കുലുങ്ങലായി കൊലുസ്, മൃദംഗമായി ഞാൻ അനുരാധ. ആശ്രയ നീ ഇങ്ങനെ പാമ്പ് ഇണഞ്ഞിരുന്നെങ്കിൽ നിൽക്കാതെ പോയി ഇഷ്ടമാണെന്ന് പറയടാ. അല്ലേ ഞാൻ എങ്ങനെയാ ഒറ്റയ്ക്ക് പോയി ഇഷ്ടം എന്ന് പറയുന്ന? ഒറ്റയ്ക്കാ? ഓ എടാ ഞാനില്ലേ. കണ്ടോ? അല്ലേ വേണ്ട, ശരിയാവൂല. നല്ല അവസരം ക്ലൈമറ്റ് ശരിയല്ല, അതുപോലെ എന്റെ മൂഡ് ശരിയല്ല. നല്ല തണുത്ത ക്ലൈമറ്റ് പോടാ. അളിയ നീ എന്നെ ഒറ്റയ്ക്കാക്കി എന്റെ കൂടെ വന്നാണ്. അതൊക്കെ പിന്നെ നടക്കും. ചിരിച്ചതല്ലേ, വോൾക്കാനോ തിളച്ചതല്ലേ, നീ ഓക്കേ സൊല്ലേടി. അടബൊമ്മാലേ അടബൊമ്മാലേ, ഫെയറി ടെയിലിൻ പ്ലോട്ടിവളേ, അടബൊമ്മാലേ അടബൊമ്മാലേ, ഫീൽ ഗുഡിൽ ഞാൻ തീർക്കാം ക്ലൈമാക്സ്. എന്താ സാറേ? എടാ നിനക്ക് ഇഷ്ടമാണെന്ന് അങ്ങനെ അവൾ അറിഞ്ഞോണ്ടല്ലേ അവള് സ്പോട്ടിൽ ആത്മഹത്യ ചെയ്യും. അത് വേണോ നിനക്ക്? വേണ്ട എനിക്കത്. അതുകൊണ്ട് പറ്റാത്ത പണിക്ക് എന്റെ മോൻ പോകണ്ട. അവൾക്ക് ആരിഷ്ടമാണെന്ന് പറഞ്ഞാലും അവൾ അപ്പൊ പോയി ഓഫീസിൽ പറയുന്നുണ്ട് കേട്ടാ. അത് മാത്രമല്ല അളിയാ, അവളെ ചേട്ടന്മാരെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ഇടി ഇടിക്കുന്നില്ല, ഇടിച്ച് മെഴിപ്പിക്കും. നീ കണ്ടോ? കണ്ടിട്ടില്ല, പക്ഷെ കേട്ടിട്ടുണ്ട്. സത്യം. ഞാൻ അങ്ങനെ ഒറ്റക്കടി വിളുന്ന നീ എൻ്റെ കൂടെ കാണത്തില്ലേ? ഈ ഇടിക്കേസിലൊക്കെ ഞാൻ വേണോ ആശ്രേ? അല്ലെങ്കിൽ എപ്പോഴും ഞാൻ കൂടെ കാണുന്നല്ലേ പറയുന്ന? ഞാൻ അല്ലാതെ പിന്നെ ആരടാ? ഇത് കിട്ടാനാ പടച്ചതല്ലേ, ചിരിച്ചതല്ലേ, വോൾക്കാനോ തിളച്ചതല്ലേ, നീ ഓക്കേ സൊല്ലേടി. അടബൊമ്മാലേ അടബൊമ്മാലേ, ഫെയറി ടെയിലിൻ പ്ലോട്ടിവളേ, അടബൊമ്മാലേ അടബൊമ്മാലേ, ഫീൽ ഗുഡ്
കുറച്ച് പ്രധാനപ്പെട്ട അറിയിപ്പുകളുണ്ട്. ഹയർ സെക്കൻഡറി ബ്ലോക്കിലെ കുറച്ച് കുട്ടികൾ ബ്രേക്കിന് ശേഷവും വരാന്തയിലും ഗ്രൗണ്ടിലും ഒക്കെ കറങ്ങി നടക്കുന്നതായിട്ട് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ഇനി അങ്ങനെ ഉണ്ടായാൽ കർശനമായ നടപടി സ്വീകരിക്കുന്നതായിരിക്കും. റൊമാൻറ്റിക് നോട്ടോ ആയിരിക്കും അല്ലേ? എന്നാ അതല്ല, നീ ഇങ്ങനെ അവളെ നോക്കിക്കൊണ്ടിരുന്ന നിന്നെ അവളെ നോക്കത്ത് പോലും ഇല്ല. അവക്ക് പറ്റിയ പയ്യനല്ല നീ. പ്ലീസ് സ്റ്റോപ്പ്. ഡോണ്ട് റിപ്പീറ്റ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ഒരേ ക്ലാസ്സിൽ പഠിക്കുന്ന പെൺകുട്ടികളും ആൺകുട്ടികളും തമ്മിൽ സൗഹൃദം ഉണ്ടാവുന്നതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ ചില സൗഹൃദങ്ങൾ അതിര് വിടുന്നതായിട്ട് ടീച്ചേഴ്സിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. ആരും ബഹളം വെക്കണ്ട. അജിനെ ജടാ നിന്റെ ലൈനല്ലേ കൊണ്ടുപോണ്? ഇനിയിപ്പോ എന്തെയ്യോടാ? അതിപ്പോ ഞാനും കൂടെ വീഴട്ടാ. എന്തിന്? അപ്പൊ നിങ്ങൾ എന്നെ അവളെ അടുത്തോണ്ട് ഇരുത്തിയാ മതി. അതാണ് എന്നായി വീണു. 1 2 3 അജിൻ തലറിഞ്ഞ വീണ്. അവനെ അവിടെ കൊണ്ടിരുത്ത്. എല്ലാരും കൂടെ എവിടെ പോവാടാ? എവിടെയാടാ തടവുന്ന? ഞാൻ ജംഗു കാർമിലൊക്കെ ഉണ്ടെന്ന് പറയണേ. പ്രതിജ്ഞ. ഇന്ത്യ എന്റെ രാജ്യമാണ്. വെള്ളം കുടിച്ചോ? ഇല്ല വെള്ളം കുടിച്ചോ? ഞാൻ അജിൻ. തരില്ല. ആക്ച്വലി ഞാൻ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ള പേഴ്സൺ ആണ്. പിന്നെ ഇന്ന് എന്ത് പറ്റിയ എന്തോ. അതിന്റെ പാരമ്പര്യത്തിൽ ഞാൻ ജീവിതത്തിൽ 2 തവണ വീണിട്ടുള്ളൂ. ഒന്നിപ്പോ അസംബ്ലിയിലും പിന്നൊന്ന് ജയ് ഹിന്ദ്. 2 പെൻസിലുണ്ടോ? താങ്ക്സ്. 2 പേനയുണ്ടോ? 2 പ്രൊട്ടക്ടർ ഉണ്ടോ? 2 കൊടയുണ്ടോ? 2 മൺവട്ടി ഉണ്ടോ? 2 പൊരിച്ച മീനുണ്ടോ? 2 ചേട്ടന്മാരുണ്ട്. വേണോടാ? വേണ്ട, എനിക്ക് ഒരെണ്ണം ഉണ്ട്. എവിടെ പോണോ? എന്താ നീ ആശനോട് കിടന്ന് എന്റെ പെങ്ങളെ നീയൊക്കെ രണ്ടോ A ഡിവിഷനിൽ പഠിക്കുന്ന അജിനെ പിടിച്ച് അടിച്ചാ? ഓ, അവൻ 2 എണ്ണം ചോദിച്ചു 2 എണ്ണം കൊടുത്ത്. എന്ത്? അവൻ ആരാന്നറിയോ? അവനാരായാലും നമുക്കെന്ത്? നിനക്കൊക്കെ അവന്റെ ചേട്ടൻ ആരാന്നറിയോ? അവന്റെ ചേട്ടനാരാ? സിനിമ അറിഞ്ഞ? അതൊക്കെ പോട്ട്, അവന്റെ ചേട്ടന്റെ കൂട്ടുകാരനാരാന്നറിയോ? തീർന്നടാ, നീയൊക്കെ തീർന്നു. ആരുടെ അടിച്ചത്? എന്റെ പെങ്ങളെ പറയണ ഇനി അടിക്കും ഞാൻ അവനാ. ആണോടാ? ഇല്ലണ്ണ, സത്യമായിട്ട് എനിക്ക് അവളെ അറിയത്തൊന്നുമില്ല. അണ്ണനാണ് സത്യം. നീയൊക്കെ ഇവിടെ കൊണ്ട് നിർത്തിക്കോ. ഇനി അവനെ തൊട്ടാ നീ എന്തിനാടാ നോക്കിക്കോ? അടിയണ്ണോ തൊട്ട് നോക്കടാ, അപ്പ അറിയാ. എന്നാ തൊടും. തൊടാ.
നിങ്ങള്? ഷിയാസ്, ഞാൻ നമ്മുടെ ബ്രഹ്മാവിന്റെ വാപ്പ. ഞാൻ കുഷ്ഠരോഗയുടെ അച്ഛൻ. ഇയാള്? ഞാൻ ഹനുമാന്റെ യേശുക്രിസ്തുവിന്റെ ഡാഡി. വീരപ്പന്റെ അച്ഛനായിരിക്കും അല്ലേ? വീരപ്പന്റെ വാപ്പ അവന്റെ തലവട്ടം കണ്ടപ്പോ തന്നെ പോയി. ഞാൻ വീരപ്പന്റെ മാമ. അതെല്ലേ? അസ്സലാം അല്ല മദറെ. മക്കളുടെ കോലം കണ്ടല്ലോ. അത് ഫാൻസി ഡ്രസ്സിന്റെ കോസ്റ്റ്യൂം അല്ല മാഡം. അതല്ല, ഇവന്മാർ എന്നും ഇവിടെ കിടന്ന് അടിയും വഴക്കുക. ഇങ്ങനെയാണെങ്കിൽ എല്ലാത്തിനും ഞാൻ TC നിന്ന് പറഞ്ഞു വിടും. സജിൻ അത്യാവശ്യം പഠിക്കുമായിരുന്നു, ഇപ്പൊ അവനും കണക്കാ. അവന്റെ കൂട്ടുകെട്ടാണ് മിസ് പ്രശ്നം. ആ ചെറുക്കനായിട്ട് കൂടിയതിനു ശേഷം ഈ പ്രശ്നങ്ങൾ മൊത്തം ഉണ്ടായത്. എനിക്കൊരു കാര്യം പറയാണ്ട്, ഇനി മേലില് എന്റെ മോനോടൊപ്പം അവൻ ഇരുത്തരുത്. ഏത് ചെറുക്കൻ? ആ കുഷ്ഠരോഗി. എന്നാ നിങ്ങളുടെ യേശുക്രിസ്തുവിനോട് പറ നമ്മുടെ കുഷ്ഠരോഗം കൂടെ ഇരിക്കേണ്ടത്. ബൈബിളിൽ പറഞ്ഞാൽ അങ്ങനെയാണോ? അല്ലല്ല. ശരി മാത്രേ, എന്താണെന്ന് വെച്ചാൽ അറിയിച്ചാൽ മതി. യേശുക്രിസ്തുവിന്റെ ഡാഡിയാണ് പോലും. വിനോ, നീയാണ് അവരെയൊക്കെ ചീത്തയാക്കുന്നതെന്നാണ് അവന്മാര് പറയുന്നത്. ആര് പറഞ്ഞു? സജിൻ അങ്ങനൊന്നും പറയൂല. എടാ, സജിൻ പറഞ്ഞില്ലെങ്കിൽ എന്താടാ, അവന്റെ അച്ഛൻ പറഞ്ഞില്ലേ, എന്തു പ്രശ്നമുണ്ടെങ്കിലും ആദ്യം കാണുന്ന പേര് നിന്റെ എന്നാ. അതുകൊണ്ടേ അച്ഛൻ ഒരു കാര്യം പറയാം, ഇനി മേലെ അവന്മാരുടെ കൂടെ ഉള്ള കൂട്ട് വേണ്ട. ഞാൻ പോവും. കേവലം കുട്ടേട്ടാ, 2 കരിക്കിൻ ഷേക്ക്. കൂട്ടുകാരൻ വന്നില്ലടാ. ഇപ്പൊ വരും. ഓക്കേ, മറ്റു കൂടുതലായേ. കുട്ടേട്ടാ, 3 എടുത്തോ. എനിക്കൊന്നും വേണ്ട, ഞാൻ ഇല്ലടാ ഇനി നിന്റെ കൂടെ. എനിക്ക് ഇനിയെങ്കിലും മര്യാദയ്ക്കൊന്ന് പഠിക്കണം. നീ ഇനി എന്നെ വിളിക്കണ്ട. അജനെ, എടാ, ഇതാ 2 കരിക്ക് ഷേക്ക്. ഒരെണ്ണം ഇപ്പൊ തരാം. എന്തായാലും നിനക്ക് എന്റെ ചേട്ടൻ്റെ അത്ര വെയിറ്റ് ഇല്ല, അതൊരു സൗകര്യമായി. അവന് ഹെഡ് വെയിറ്റ് ആണ് കൂടുതലും. എന്നാലും അവ എന്താ എന്റെ അടുത്ത് മിണ്ടാത്തത്? അത് അച്ഛൻ പറഞ്ഞ് മിണ്ടരുതെന്ന്. പോടാ, അച്ഛൻ പറഞ്ഞെന്ന് മിണ്ടായിരിക്കില്ല. ഞാൻ മിണ്ടായിരുന്നില്ലല്ലോ. ഡേയ്, നീനെ അവന്മാരായിട്ട് ചൊറിയാനും നിക്കണ്ടേട്ടാ. ഏയ്, ഞാനൊന്നും പോണില്ല. ഇനി വേറെ വള്ളികളൊന്നും വരാതിരുന്നാ മതി. അടിപൊളി പരിപാടിയല്ലേ? നല്ല ആളുണ്ട് കേട്ടോ, ടിക്കറ്റ് കിട്ടും തോന്നില്ല. രാവിലെ ഇവിടെ ഒരുങ്ങി കെട്ടി വന്നിട്ടുണ്ടെങ്കിൽ ടിക്കറ്റ് കിട്ടുകയും ചെയ്യും, സിനിമ കാണുകയും ചെയ്യും. ആ നിബ്രാസ് ഉണ്ടായിരുന്ന ടിക്കറ്റ് ഒക്കെ പുഷ്പം പോലെ എടുത്തത്. സത്യം, ഇയാൾ വെറുതെ ഫാൻസ് അസോസിയേഷൻ എന്ന് പറഞ്ഞു നടക്കുന്നത്. എന്നാൽ അവരോട്ട് കൊണ്ടാക്കുന്നത് ഇയാൾ രാവിലെ വിളിച്ചിട്ട് ടിക്കറ്റ് എടുത്തരാന്ന് പറഞ്ഞു. യവൻ ചുമ്മാ കോസ്റ്റ്യൂം മാത്രം ഉണ്ടാ, പിന്നെ അല്ലാതെ. നിന്റെ ചേട്ടനോട് വന്നിരുന്നെങ്കിൽ ഈ പടമൊന്നും ഇന്ന് കാണാൻ പറ്റില്ലായിരുന്നു. എന്തായാലും കറക്റ്റ് സമയത്ത് നീ അവരോട്ടുള്ള കൂട്ട് വിട്ടല്ല. മോനെ ഒന്ന് മറിക്കും മോനെ. ആശുപത്രി ടിക്കറ്റ് കിട്ടുമെന്ന് തോന്നുന്നില്ല. ഒറ്റ ഒരുക്കം കാരണമാണ്. എന്താ എനിക്ക് കണ്ണാടിട്ട് കെഞ്ചാ വയ്യ. ആശുപത്രി 1000 ചോരാ നോക്കട്ട് അവന്മാര്. ചേട്ടാ, പടം മോശം പറയാ. ടിക്കറ്റ് തരുമോ? എന്ത് വേണം? 2 ടിക്കറ്റ് എടുത്ത് കൊടുത്താലോ? വേണോ? ചുമ്മാ നോക്കാം. ഇവിടെ 2 ടിക്കറ്റ് അല്ലേ? ഞങ്ങൾ എടുക്കണോ? വാങ്ങണോ? നല്ല സൂപ്പർ തിരക്ക്. ഷോട്ട് നിന്നാ ടിക്കറ്റ് കിട്ടൂല. പോകാല്ലേ? വേണോന്ന് പറഞ്ഞു. 2 എടുത്തോ. പോപ്കോൺ ഞങ്ങൾ മേടിച്ചോളാം. അപ്പൊ മൊത്തം 4 ടിക്കറ്റ്. നമ്മളെന്തോ പിന്നെ ഇവിടെ വെള്ളം വെള്ളമായിട്ട് പാർട്ടി പരിപാടിക്ക് വന്നേ.
കൂട്ടുകാരാണ് ബ്രോ. ആ നമ്മുടെ കൂട്ടുകാരും ബാക്കിയൊക്കെ ഉണ്ടോ പിന്നെ അമ്മ മുണുങ്ങാൻ നിൽക്കുന്ന നമ്മളാളാ. ഞാൻ നിന്റെ വാപ്പ, ഞാൻ നിന്റെ കൊച്ചാപ്പ. കൊച്ചാപ്പ നിന്റെ വാപ്പ. എന്തിനടിയടോ കിറുക്കടിച്ച് അവനെ എടുക്കും ഞാൻ. ഈ ചിലപ്പൊന്നും അവിടെ കണ്ടില്ലല്ലേ. അമീനെ വീട്ടിൽ ഇരിക്കണ വാപ്പാക്കല്ലേ ഗൾഫിൽ ഇരിക്കണ നമ്മുടെ കൊച്ചാപ്പാക്കാണോ വിളിച്ചത്? അവനെന്റെ കൊച്ചാപ്പയോ അവന് ഭ്രാന്താ, മനസ്സിലായോ? അവന് സമന്തം തെറ്റി വികുട്ടി കാണിച്ചതാ. അവൻ എന്നെങ്കിലും യൂടിപ്പോ ഊരും. അന്ന് ഞാൻ അവനെ ഊരും. എന്റെ പോക്കൊണ്ടാക്കി കളയണ. സെൽഫി എടുക്കും. മിണ്ടരുത്. നീ ഒറ്റക്കാരാ സ്ക്രീനിന്റെ അടി വന്നിരുന്ന് കാണ്ടി വന്നത്. ചേട്ടാ കഷ്ടപ്പെട്ടെങ്കിലും അകത്തേറ്റിയപ്പോഴത്തേക്ക് ഇതിപ്പോ വലിയ മത്സരം നമുക്ക് വലുതായിട്ട് കണ്ടുകൂടെ? 10 തലമുറയ്ക്ക് ഞാൻ വിളിക്കും. അവന്മാരെ ഒറ്റെടുത്തരാ നമുക്ക് ടിക്കറ്റ് കിട്ടാൻ. ഏതാണ് അവന്മാര്? എനിക്കറിയാം അവന്മാരെ. നമ്മളവിടെ സ്കൂളിലുള്ളതാ. ഒതുക്കത്ത് കിട്ടിയാ പൊതിക്കാ അവന്മാരെ കൊടുക്കുന്നുണ്ട്. ഇതിപ്പം കഴുത്തി കയറി കെട്ടിട്ടാണ് അവസ്ഥയല്ലേ? അളിയന്റെ പെങ്ങളാണെന്ന് നീ അറിഞ്ഞില്ല. അതൊക്കെ മനോജ് സാർ വിളിച്ച് പറഞ്ഞപ്പോൾ ഞങ്ങൾ വിട്ടുപോയി. സോറി ഒന്നും പറയണ്ടേ. ഈ സമയത്ത് ഓണാവില്ല. ആലേട്ടന്റെ പടം വാ. മര്യാദക്ക് പടം കണ്ടോണം. ഇവിടെ കിടന്ന് ഷോ കാണിച്ച മുട്ടുകാലി ഞാൻ തല്ലി പിടിക്കും. ഇറങ്ങിപ്പോടാ പാണ്ടി കരിമ്പാറം. നിന്റെ തന്ത, നിന്റെ മറ്റൊരു തന്ത, ഞങ്ങള് നിന്റെ ബാലൻസ് തന്തമാര്. ഇറങ്ങിപ്പോടാ. നിന്റെ ആരടാ ബേളം വെച്ചേ? ആരടാ ബേളം വെച്ചെന്നാ? മിണ്ടായിരുന്ന സിനിമ കണ്ടിട്ട് പൊക്കോണം നായിന്റെ മക്കളെ. നീ ഇവിടുന്ന് ഇറങ്ങിയാ നിന്റെ അമ്മേനെ കെട്ടി. ഇറങ്ങിയാ നീ എന്റെ മോൻ. സാർ ഇപ്പം പോരുത്. പോയി കഴിഞ്ഞാൽ അവന്മാര് പറയുന്നത് സത്യമാണെന്ന് വിചാരിക്കും. ആണോ? ഓ നിന്റെ അപ്പൂപ്പന്റെ കുടുക്ക. നിന്റെ തന്തയുടെ കിണ്ടി. എന്റെ ഒരു കിട്ടുന്ന സാധനമാണ് കേട്ടോ. നിന്റെ ഉപ്പമാണ് അവലൂസ് പണി. നിന്റെ അച്ഛന്റെ ഉച്ചി. ആരാ അച്ഛനെ വിളിച്ചത്? ആരാ അത്? എന്തിനാടാ ഇങ്ങനെ മോശം വാക്കൊക്കെ ഉപയോഗിക്കുന്നേ? അത് സാറിന് വിഷമാവില്ലേ? ഒന്നുമില്ലല്ലോ, അദ്ദേഹം ഒരു പോലീസുകാരനല്ലടാ. സത്യം. ദയവേത് ഞാൻ പിന്നെയും പറയാണ്, ഇവിടെ ഫാമിലീസ് ഒക്കെ പ്ലീസ് അസഭ്യം പറയരുതേ. ഇതെന്റെ അപേക്ഷയാണ്. കാവലാണ് കാക്കി, അത് മറക്കരുത്. നമ്മളവരെ ബഹുമാനിക്കണം, അപമാനിക്കരുത്. ജയ് ഹിന്ദ്. ജയ് ഹിന്ദ്. ഇപ്പൊ തൂക്കിയാൽ പിടിക്കണോ? അപ്പൊ ഇലുമിനാന്റിയോ? അതൊക്കെ ഒരു വലിയൊരു സംഭവം. നിങ്ങൾക്ക് അറിയത്തില്ല. അവരോട് പേര് തുടങ്ങിയ സംഭവം ഇതൊക്കെ. കൊച്ചാപ്പയാണ് സത്യം സാറേ, ഞാനല്ല സാറേ. എന്റെ മുഖം കെട്ടാൻ തോന്നുന്നേ ഉള്ളൂ. അടിച്ച് കളിപുത്തൻ പൂജ കൊണ്ടാടും നെഞ്ചോ റോജ കെട്ടാകെ പൊട്ടുന്നേജ പോടാ വല്ലാത്ത
കാണാത്ത മൂടാ അവൻ ആറ്റിറ്റ്യൂഡാ ഡേയ് ആടാ ബാഡ് മസ് മൂടാ അന്തരസ പിലാടാ മുടി കെട്ടിയേക്കുന്നതാ ഭംഗി. പെങ്ങളെ അല എന്തിയേ? പെങ്ങളാ? ആ ഇനിയിപ്പോ എന്തായാലും 2 ദിവസം റെസ്റ്റ് എടുക്കട്ടെ, അത് കഴിഞ്ഞ് വിട്ടാ മതി. നമ്മളറിയാത്ത എന്തോ ഒരു അസുഖങ്ങൾക്കുണ്ടല്ലോ. എന്ത്? എല്ലാ മാസവും ഇതേ സമയം അവളമ്മ നമ്മളെ വിളിച്ചുകൊണ്ട് പോകും. അതുകൊണ്ടായിരിക്കും അല്ലേ അവൾ നിന്നെ ഇഷ്ടമാണെന്ന് പറയാത്ത? സത്യം. ഓ ഇതുപോലൊരു പെൻസിൽ വിഴി. കളിപുത്തൻ പൂജ കൊണ്ടാടും നെഞ്ചോ രോജ കഴിഞ്ഞു. പോടാ അങ്ങോട്ട്, എന്റെ അടുത്ത് വെച്ചിട്ടാണോ? പോടാ. നിനക്ക് ചുണയുണ്ട് അവൾക്ക് പോയി ഇഷ്ടമാണെന്ന് പറയാൻ? ചുണക്കൊന്നും ഒരു കുറവില്ല. എനിക്ക് കുണയ്ക്കാതെ പോയി ഇഷ്ടമാണെന്ന് പറയടാ. എന്തിനാ സാറേ ചുമ്മാ പിള്ളേരിങ്ങനെ തല്ലുന്നതെന്ന്? യമാരൊക്കെ നന്നാവണമെങ്കിലേ എല്ലാവരും പല കലബിലകളിൽ അവർ അടിമുടിയതിലടി ഹേയ് താനോസ് അണ്ണ കട്ടിക്കഞ്ചാണിയിലും പിള്ളേരൊക്കെ വഞ്ചറിന്റെ റേഞ്ചിലടി തേന തന്തനക്ക് താന പഞ്ചാര കൊച്ചുമാരി പുഞ്ചിരിപ്പ് താന സീൻ സീന കൂട്ടിലിട്ട മൈന ആലയല്ല പൂനയല്ല ലോറിന് വീര്യം പോരാ എന്നാരും ചൊല്ലേണ്ടാടാ കാണാ കണി കാണിച്ചോരാ ഒന്ന് കണക്കിന് മേടിച്ചോരാ വീണാലും തമ്മി താങ്ങാണേ. നാളെ തൊട്ട് നേരത്തെ മര്യാദയ്ക്ക് വീട്ടിൽ കയറിയില്ലെങ്കിൽ നോക്കിക്കോ നീ. ഡാ നിന്റെ മറ്റേ കൂട്ടുകാരനെ അവനെ കൂടെ നശിപ്പിക്കുന്നേ. എന്റെ കൂട്ടുകാരൻ? ആ അതിപ്പോ ഇവന്റെ കൂട്ടുകാരനല്ലേ? കാടാരടിച്ചൊടിച്ച് ഒന്ന് പോടാ ഇറക്കാൻ. നിനക്ക് എത്ര പ്രായമുണ്ടോ മര്യാദയ്ക്ക് ചെറുക്കന്റെ നെഞ്ചത്തോട്ട് കയറാനായിട്ട്? അവൻ ചീത്ത വിളിച്ചങ്ങൾ കേട്ടില്ലേ? നിന്നെ കണ്ടല്ലേ അവൻ പഠിക്കും. ഓ തന്നാനേ നാനേ നാനാ തനനാ തന്നാനേ നാനേ നാനാ തന്നാനേ നാനേ നാനാ തനനാ തന്നാനേ നാനേ നാനാ ആചാരേ ആചാ രാജാ തന്നെ താനുന്നായോരാ കാണാ കളിപുത്തൻ പൂജ തമ്മി തല്ലില്ല പോരാ കൊണ്ടാടും നെഞ്ചോ രോജ തിന്നാൻ തന്നുണ്ടായോരാ കെട്ടാകെ പൊട്ടുന്നേജാ തന്നെ താൻ തിന്നാ പോരാ. മിസ് 2 പേപ്പർ. ഞാൻ നന്നായിട്ട് എഴുതിയതായിരുന്നു. പിന്നെ ഇതിപ്പോ എന്തോ പറ്റിയതെന്ന് അറിയാൻ വയ്യ. ഇപ്പൊ ഉമാരുടെ കൂടെ ആയില്ലേ, അടുത്ത പ്രാവശ്യം ഉമാര് ജയിച്ചാ നീ ആരുടെ കൂടെ ഇരിക്കും മോനെ? ഇല്ല അച്ഛാ, അവനെ ഞങ്ങൾ ഒറ്റയ്ക്ക് ആകത്തില്ല. സത്യം? ആ അപ്പൊ നിങ്ങൾ നോക്കൂ. അയ്യോ അങ്ങനെയല്ല, നമ്മൾ ഒരുമിച്ച് പഠിച്ചു കഴിക്കും. പഠിച്ചാ നിങ്ങക്ക് കൊള്ളാം. ഇറങ്ങ. അച്ഛനല്ലേ മോനെ? ആ അച്ഛനുണ്ട്. അമ്മേ ദേ അച്ഛനെന്ന് വിളിച്ചേ. കൃഷ്ണപ്രിയയുടെ ഫാദർ. കൃഷ്ണപ്രിയയുടെ ഫാദർ വന്നേക്കുന്നു. മനുഷ്യന്മാരെ ചുറ്റിക്കുന്നതിനെ ഒരു പരിധിയുണ്ട്. എടോ എന്നത് കടം വെച്ച കാശാക്കി തിരിച്ചതാണോ? ഞാൻ കാശി വീട്ടിലേക്ക് പറഞ്ഞല്ലേ, പിന്നെന്താ? അത് പറയാൻ തുടങ്ങിയൊരു കാലം കുറയല്ല. അങ്ങോട്ട് കാണാ ഇപ്പോഴാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്.
എടോ നാനുണ്ടെങ്കിൽ ഇനി ഒരു അവധി പറയാതെ നോക്ക്. എന്റെ വിനോഷേ, ഇത് കുറച്ച് ഫണ്ട് വരാനുണ്ട്. അത് കിട്ടിയോടെ നിന്റെ വീട്ടിലെത്തിച്ചിരിക്കും. ഒരു മര്യാദ വേണ്ടേ? ഒരു പരിചിതാത്തള സംസാരിക്കരുത്. തൻ്റെ ഉടായ്പ ഞാൻ കുറെ കേട്ടിട്ടുള്ളതാ. ഓരോ സ്ഥലക്കച്ചവടം നടക്കുമ്പോഴേ വീടിന് പെയിന്റ് അടിച്ച് ടിപ്പ് ടോപ്പിൽ നടന്നിട്ട് കാര്യമില്ല. കടം വാങ്ങിച്ച് കാശ് തിരിച്ചു തരണം. പെങ്ങളെ, നിങ്ങളൊരു അവധി പറയണം. എന്റെ പിള്ളേര് തിന്നേണ്ട കാശാ, വെറുതെ കളയാൻ എനിക്ക് പറ്റില്ല. വരുന്ന ബുധനാഴ്ച എനിക്ക് ചിട്ടിയുടെ കുറച്ച് പൈസ കിട്ടാനുണ്ട്. അത് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ പൈസ ഞാൻ തന്നോളാം. ബുധനാഴ്ച ഞാൻ വരും. അന്ന് എനിക്ക് ആ കാശ് കിട്ടിയില്ലെങ്കിൽ എന്റെ തനി കൊണം തന്നെ അറിയും. കേറുവാണ്. ബുധനാഴ്ച ഏത് കിട്ടി? വീട്ടിൽ ആളറിയണല്ലോ എന്താന്നുള്ളത്. ഏത് കിട്ടിയത്? ഇവന്റെ മാർക്ക് വെച്ച് അലോട്ട്മെന്റ് കിട്ടുമെന്ന് എനിക്ക് തോന്നല്ല. അങ്ങനെ പഠിക്കാൻ പറ്റാ പഠിക്കണോ? അതെ, നമുക്ക് പൈസ കൊടുത്ത് മാനേജ്മെന്റ് സീറ്റ് വല്ലതും കിട്ടുമോ നോക്കാം. എവിടെ നിന്ന് പൈസ ഒപ്പിക്കാനാ? ഇപ്പൊ തന്നെ ഇവന് വേണ്ടി എത്ര രൂപ ഞാൻ ചെലവാക്കി. ഇനി പഠിക്കണമെന്നുണ്ടെങ്കിലേ ഇവ സ്വന്തമായിട്ട് കാശ് കണ്ടെത്തണം. നിങ്ങൾ എന്ത് വർത്താനാ പറയുന്നേ? അവൻ +2 കഴിഞ്ഞല്ലേ ഉള്ളൂ. ഡിഗ്രി പോലും പാസ്സാവാതെ എന്തെടുക്കാനാ? ഞാൻ പ്രൈവറ്റ് ആയിട്ട് പഠിച്ചോളാം. അങ്ങനെ ഒരു കാര്യം ചെയ്യും, നീ ദുബായിക്കോ. അങ്കളുടെ കൂടെ ആകുമ്പോ ഡിസ്റ്റൻ്റായിട്ട് പഠിക്കുകയും ചെയ്യാം, ജോലിക്കും പോവാം. വെറും 10 മണിക്കൂർ പണിയെടുത്താൽ തന്നെ നല്ല കാശ് കിട്ടും. പിന്നെ കിടക്കുള്ള 14 മണിക്കൂർ പഠിക്കാം. അങ്ങനെ ജീവിക്കുന്ന എത്രയോ കുട്ടികൾ എനിക്കറിയാം. അതൊന്നും ശരിയാവില്ല. ഇവന്റെ പഠിപ്പ് കഴിയാണ്ട് ഇവിടെ നിന്ന് പറഞ്ഞയക്കാൻ ഞാൻ സമ്മതിക്കത്തില്ല. കുഴപ്പമില്ല, ഞാൻ പൊക്കോളാം. ഇവിടെ നിൽക്കുന്നതിലും ഭേദാതാ. ഓ, ഇനി അവിടെ പോയി കിടന്ന് മുന്തളിക്കാനായിരിക്കും. അജിനെ ഒന്ന് പോയി കിടന്ന്. ഉത്തരവാദിത്തപ്പെട്ടവർ അങ്ങനെയാ. ആ പോയി രക്ഷോട്ടെ. ഞാൻ ഒരുത്ത കഷ്ടപ്പെട്ടിട്ടാ ഈ കുടുംബം ഒരു വഴിക്കാക്കുന്നേ. സജിനെ, പാസ്പോർട്ടാണ്, സൂക്ഷിച്ചു വെക്കണം. ബൈ ബൈ. അല്ല, ഞാൻ ആലോചിക്കുന്നത് നീ ഷൈനൊക്കെ ഇഷ്ടപ്പെടുന്ന തലയിലേക്ക് പോകും. മക്കളെ, ഈ പ്രായത്തിൽ ഈ കോളേജിൽ നിന്ന് മേടിച്ച് കുടിക്കല്ലേ, കരളൊക്കെ അടിച്ചു പോകും. അതൊക്കെ എന്റെ ഫ്രഷ് ജ്യൂസും വെജിറ്റബിൾസും അല്ലാതെ ഒന്നും. 5 ഷവർമ വാങ്ങിക്കൊണ്ട് പോണ ആളാണ് ഇതൊക്കെ. എന്നാലും സജിനേന്ദ്രൻ എന്റെ അടുത്ത് പറയാതെ ഗൾഫിൽ പോയത് എന്ത് മനുഷ്യനാണ് അവൻ? നിനക്കിതല്ലാതെ ഒന്നും ഇല്ലേ പറയാൻ? അപ്പൊ ഇപ്പൊ അവിടെ പോയി കിടന്ന് കുന്തളിക്കായിരിക്കും. നീ അവനെ അങ്ങ് കേട്ട്. ഞാൻ ജ്യൂസ് ഇട്ടോണ്ടിരിക്കല്ലേ. ഇനി മേലിൽ നിന്റെ ഈ സാമാനത്തിന്റെ ഒച്ച വെളിയിൽ കേട്ടാ അവന്റെ ഒരു ബ്രഹന്തളിപ്പ്. ഇവിടെ ഇരിക്കുമ്പോ നമുക്ക് സമാധാനം, വീട്ടുകാർക്കും സമാധാനം. സമാധാനത്തിന് വേറെ സാധനങ്ങൾ ഇനിയുണ്ട്. അതെന്താണ്? അതൊക്കെ ഉണ്ട്. എന്നാ അതിങ്ങട് തരാം, സമയമാവട്ടെ. ഡേയ്, നിനക്കൊക്കെ ഒരു കാര്യം അറിയോ? എന്ത്? നമ്മളൊക്കെ വലിയ പിള്ളേരായി. ഇത്രയേ ഉള്ളൂ. അലനങ്ങ് വലിയ പയ്യനായല്ലേ? ഓ, ഇപ്പൊ +2 എഴുതാൻ നിൽക്കുന്നു. പിന്നെ എന്തിനാ വെച്ച് താമസിപ്പിക്കണേ? അത് പെട്ടെന്ന് നടത്തിക്കൂടെ? അത് അവൻ അറിഞ്ഞോണ്ട് ഒരു വിധത്തിൽ നടക്കും തോന്നുന്നില്ല. ആ കടങ്കുളും വീട്ടിയല്ലേ എന്റെ ഹജ്ജ് റാത്താവുള്ളൂ. നിങ്ങൾ സഹായിക്കണം. എങ്ങനെയല്ലോ ഒന്ന് നടത്തി കൊടുക്കുക ഷിയാസേ. ഒസാന ഏത്താക്കിയതല്ലേ, ഹജ്ജിന് മുമ്പ് എല്ലാ പൊരുത്തവും വേണ്ടേ? നോക്കട്ടെ സാഹിബേ, മനസ്സിനെ കൂടുതൽ ചിന്തിച്ച് കുഴപ്പിക്കാണ്ട് മോന്റെ കാര്യത്തിൽ പെട്ടെന്നൊരു തീരുമാനം ഉണ്ടാക്കണം. തിരിഞ്ഞങ്ങക്ക്. അസ്സലാമു അലൈക്കും. വലൈക്കും അസ്സലാം. അതെ, നിങ്ങൾ വളച്ചൊടിക്കാതെ കാര്യം പറ. അത് പിന്നെ അലനെ 17 വയസ്സായി. ആയി. അത് വെച്ച് നോക്കുമ്പോ എന്റെ മകന് 18 വയസ്സായില്ലേ? അടുത്ത വർഷം അവന് പാസ്പോർട്ട് എടുക്കേണ്ടതാ. അതല്ല, അവന്റെ സുന്നത്ത് ഇതുവരെ ചെയ്തിട്ടില്ല. അതൊന്ന് ചെയ്യിക്കണം. ഈ പ്രായത്തിലാ? ചെയ്തേ പറ്റൂ. ഒസാന്റെ സമാധാനത്തിനെങ്കിലും വേണ്ടി. അപ്പൊ പിന്നെ അതങ്ങ് നടത്തിക്കൊടുക്ക്. പക്ഷെ എന്ത് ചെയ്താലും അവൻ സമ്മതിക്കൂല. വീട്ടിൽ നിന്ന് പിടിക്കാൻ നോക്കിയാ ഓടിക്കളയും. അതിനിപ്പോ ഞാനെന്ത് ചെയ്യാനാ? അല്ല, അവന്മാര് ഇവിടെയാണല്ലോ സ്ഥിരമായിട്ട് കൂടാറുള്ളത്.
ഇവിടെ വെച്ച് തന്നെ ഒന്ന് പ്ലാൻ ചെയ്ത് പിടിച്ചാലോ? അല്ല, അതെങ്ങനെ? ഞാനൊരു കുഞ്ഞു സാധനം തരാം. അതിവിടെ വെച്ചിട്ട് ഒരു ദിവസം ഈ വീട്ടിൽ നിന്ന് മാറി നിന്നാ മതി. അതെന്ത് സാധനം? അതൊക്കെ ഉണ്ട്. അതിൽ വീഴാത്ത ഒരു മലയാളി ചെക്കനും ഇന്നേ വരെ ഈ ഭൂമിയിൽ ജനിച്ചിട്ടില്ല. അതെന്ത് പരിപാടി? പരിപാടി ഉണ്ട്. നമ്മൾ ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ വന്നത്. ഇതെവിടുന്ന? എന്റെ കൂട്ടുകാരന്റെ CD പ്ലെയറാ. 2 ദിവസം കൂടി ഇരിക്കട്ടെ. എടാ, നാളെ കല്യാണത്തിന് വരുന്നുണ്ടോടാ നീ? ഏയ്, എനിക്ക് കുറെ പഠിക്കാനുള്ളതാ. പരീക്ഷ ഇങ്ങ് എത്തി. ഇത് തീർത്തിട്ട് ഞാൻ പോവാ പഠിക്കാൻ. ഹലോ, അച്ഛൻ നാളെ വീട്ടിലില്ല. അവന്മാരോട് പറഞ്ഞ എക്സിറ്റ് ചെയ്യാൻ. How can you calculate the total marks of a student and he... മോനെ, പുറത്തൊന്നും പോരുത്, ഇരുന്ന് പഠിച്ചോണം. അതത്രേ ഉള്ളൂ. സെന്റർ ടു ദ ബോട്ടം റൈറ്റ് കോർണർ സെൽഫ്. See that the mouse corner point of the main ingredient is... ഇന്നത്തെ ഈ പരിപാടി ഷിയാസ് ഭായ്, നമ്മളെ വിചാരിച്ചതുപോലെ കാര്യങ്ങളൊക്കെ നടക്കുമോ? പിന്നെ ഈ പ്രായത്തിലെ പിള്ളേരല്ലേ, വീട്ടിൽ ആളില്ലാണ്ട് ഒരു അവസരം കിട്ടിയ അവന്മാര് വെറുതെ വിടുവോ? ഇപ്പൊ ഒരുത്തം CD ആയിട്ട് വരും, നോക്കി. വന്ന് കയ്യിലെന്താ പാമോയില? കണ്ട കണ്ട ബിയറല്ലേ പോണത്? അതാരാ അത്? ആറാംകുട്ടികളെ കള്ളുടിയും തുടങ്ങിയ പണി ചെറുതായിട്ട് പാളിയോ എന്നൊരു സംശയം. ഇനി അവനായിരിക്കും CD ആയിട്ട് വരുന്നത്. ആര്? അലൻ, എന്റെ മോനല്ലേ, എനിക്കറിയാം. ഇത് CD അല്ലല്ലോ, ലേഡി അല്ലേ? ഷിയാസ് ഭായ്, പിള്ളേര് വല്ലാണ്ടങ്ങ് വളർന്നു. ലേറ്റായ എല്ലാം നല്ലൊരു നടക്കണേ. സുന്നത്ത് നടത്താൻ പറ്റിയ സമയം. അയ്യോ, എന്ത് പറ്റി? വെള്ളം വേണം. ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, നദിക്കൂട്ടങ്ങിട്ടു ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, നദിക്കൂട്ടങ്ങിട്ടു ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, നദിക്കൂട്ടങ്ങിട്ടു ലക്ഷത്തിട്ട് മേലെ കിട്ടൂല, നദിക്കൂട്ടങ്ങിട്ടൂല, നദിക്കൂട്ട മേലെ കിട്ടൂല, നദിക്കൂട്ടങ്ങിട്ടൂല, നദിക്കൂട്ട മേലെ കിട്ടൂല, നദിക്കൂട്ടങ്ങിട്ടൂല, നദിക്കൂട്ട മേലെ കിട്ടൂല. കട്ടിയതാല കത്തിയോടെ കത്തി കട്ടി എന്താടാ? ഒരു മിനിറ്റ്, സമ്മതിക്കത്തില്ല അങ്ങോട്ടൊന്ന് റെഡിയായി വരുമ്പോ. എന്താടാ? അയ്യോ, അവന് പേട്ട കൂടി മാറ്റിക്കോ, വലിച്ചൂരി. മോനെ അടങ്ങിക്കിടക്കണം, ഒരു ഉറുമ്പ് കടിക്കുന്ന വേദനയുള്ളൂ. വരവായ ഭീകര രൂപം ഇന്ന് വീഴ്ത്തിട്ട് മുന്നിലടയാളം. ഞാൻ പണ്ടേ കണ്ടത് സ്വപ്നം.
വരവായേ ഭീകരരൂപം ഇന്ന് വീഴ്ത്തിട്ട് മുന്നിലടയാളം ഞാൻ പണ്ടേ കണ്ടത് സ്വപ്നം ഇനിയോടാനില്ല വഴിയും പഴുതും ആകെ അടച്ച് കുരുക്കിട്ടൊസ്സ വന്നുടനടി കൈകാലാകെ പിടിച്ച് വലിച്ച് തിരിച്ച് ഇല്ല നടപടിയാവൂലനങ്ങാനും തിരിയാനും കഴിയൂല ബലമെടുത്താലടി നിറയും കത്രിക തട്ടിമുട്ടി വിട്ട് കട്ടി സുബ്ഹാനല്ലാഹ്. സുബ്ഹാനല്ലാഹ്. മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവിലെ സുന്നത്ത് നല്ല നെയ്ച്ചോറും പട്ടനുവാ. വീട്ടിലിതാഘോഷം ഓ സൽക്കാരത്തില് മൊത്തത്തി മാതാരം മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവിലെ സുന്നത്ത് കല്യാണോ വീട്ടിലിതാഘോഷം ഓ സൽക്കാരത്തില് മൊത്തത്തി മാതാരം മുത്തിന് കല്യാണോ പല്ലയടി പിടിയൊടുവിലെ സുന്നത്ത് കല്യാണോ വീട്ടിലിതാഘോഷം ഓ സൽക്കാരത്തില് മൊത്തത്തി മാതാരം. നല്ല വേനെടുത്തോ. ഏയ് ഒരു എഡ്ജ്, ഒരു ഷേപ്പിന്, ഒരു ഫിനിഷിങ് കിട്ടാൻ ഒരു കുഴപ്പമില്ല. ഓക്കെ അല്ലേ? ഓക്കെയാണ്. പിള്ളേരെയൊക്കെ ഒരുമിച്ചിരുത്തി പഠിപ്പിക്കാനാണ് സാറ് പ്രശ്നം. മിക്സഡ് മാറ്റിയാൽ തന്നെ ഒരുവിധം എല്ലാം ശരിയാവും. ഓരോരോ നിയമങ്ങൾ നമ്മളൊക്കെ പഠിക്കുമ്പോ ഇങ്ങനായിരുന്നു. ഇതേ കണ്ടില്ലേ? എന്ത് ചെയ്യാനാ സാറേ, ചോദിക്കാൻ പോയാൽ നമ്മൾ സദാചാരക്കാരോ? ഇതിനൊക്കെ ഒട്ടുക്കത്തെ ഫ്രീഡം ആണ്. അങ്ങനെ വിട്ടാൻ പറ്റത്തില്ല. എന്താ സാറേ? എന്താണ് പരിപാടി? ബുക്ക് മേടിക്കാനായിട്ട്. ബുക്ക് മേടിക്കാനായിട്ട്. സ്റ്റെയർകേസിന്റെ അടിയിലാണോ ബുക്ക്? സത്യം പറയടാ, എന്താ പരിപാടി? ഇല്ല സാറേ, അങ്ങനൊന്നും ഇല്ല. എന്താടി നിന്റെ കയ്യില്? ഒന്നുമില്ല സാറേ. എന്താ കയ്യിലെന്ന്? നമ്മുടെയൊക്കെ പുറകിലെന്താ നടക്കുന്നതെന്ന് അറിയാമോ സാറേ? കുറെ എണ്ണം ക്ലാസ് കിട്ടി സിനിമയ്ക്ക് പോയിരിക്കാം. ഇതൊന്ന് കേട്ടെ. കേട്ടല്ലോ കേട്ടല്ലോ. ഇത് ഇപ്പൊ തന്നെ അവരുടെ വീട്ടിലങ്ങ് അറിയിച്ചേക്കാം. അയ്യോ സാറ് വീട്ടിൽ അറിയിക്കല്ലേ. അറിയണോടാ, നീക്ക് എന്തിനാ സ്കൂളിൽ വരുന്ന സ്റ്റെയർകേസിന്റെ അടിയിൽ ബുക്ക് മാറ്റില്. എന്തെങ്കിലും സംഭവിച്ച പിന്നെ നമ്മൾ സമാധാനം പറയണ്ടേ? ഇല്ല സാറേ, വീട്ടിലറിയിക്കണം, അതാ നല്ലത്. ആ അത് തന്നെയാ നല്ലത്. സാറ് പറയാ എന്താ ചെയ്യണ്ടേന്ന്. മാഡം ഒന്നും ആലോചിക്കുന്നില്ല, ഇവന്റെയൊക്കെ വീട്ടിൽ വിളിച്ചു പറഞ്ഞു. അയ്യോ മാതരെ, വിളിക്കല്ലേ മാതരെ. മാതരെ വേണ്ട മാതരെ. വിളിക്കല്ലേ സാറേ. മാഡം ഒരു മിനിറ്റ്. ശരി, നിങ്ങളുടെ വീട്ടിൽ പറയാതിരിക്കാം. പക്ഷെ ഒരു കണ്ടീഷൻ. ക്ലാസ് റൂമിൽ ആരൊക്കെ മൊബൈൽ കൊണ്ടുവരുന്നുണ്ടെന്നും ആരൊക്കെയാണ് ക്ലാസ് റൂമിൽ പ്രേമിക്കാൻ വരുന്നതെന്നും ഞങ്ങൾക്കറിയണം. അങ്ങനെയാണെങ്കിൽ തൽക്കാലം നിങ്ങളെ രണ്ടുപേരെയും വെറുതെ വിട്ടേക്കാം.
ചൂടം ചൂടത്ത് ആരാടി വാഴും കാലത്ത് പോരാടി വീഴും നേരത്ത് ആരാർക്കുമില്ല ഹാരത്ത്. ആര് തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി. അല്ലടേ നിന്റെ അനിയത്തി എന്തിയടാ? ക്ലാസ്സിൽ കാണും സാറേ. ക്ലാസ്സിൽ കാണും. ഉറപ്പാണോ? ഉറപ്പാ. മൊത്തം കുഴപ്പമാണല്ലോടാ. ആത്മാഭിമാനത്തെ കാണാതെ പോകരുതേ ആത്മാഭിമാനത്തെ കാണാതെ പോകരുതേ. തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി 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 ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി ചുവന്ന കരങ്ങളോടെ തൂക്കി തൂക്കി. ഇത്തവണത്തേക്ക് ഒന്ന് ക്ഷമിക്കണം സാർ. ഇനി അവർ ആവർത്തിക്കില്ല. ആവർത്തിക്കില്ലെന്ന് ആര് പറഞ്ഞു? ഇവർക്ക് എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നിങ്ങൾ ഞങ്ങളെയല്ലേ കുറ്റം പറയൂ? ഇനി അങ്ങനെ ഉണ്ടാവത്തില്ല. ഞാൻ ശ്രദ്ധിച്ചോളാം. എന്ത് ശ്രദ്ധിക്കാവുന്ന നിങ്ങള്? നിങ്ങളുടെ മോൻ ഇവിടെ കിടന്ന് കാണിക്കുന്ന കോപ്രായമല്ലോ നിങ്ങൾക്ക് അറിയാം? നിങ്ങളുടെ മോൾ ഇവിടെ ചെയ്യുന്നത് എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? അവൾ എവിടെയാ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം? ആരുടെ കൂടെയാ പോകുന്നതെന്ന് നിങ്ങൾക്ക് അറിയാം? എന്ത് പേരന്റാ നിങ്ങൾ? രാവിലെ യൂണിഫോം പിടിച്ച ടിഫിൻ ബോക്സ് കൊടുത്തെങ്കിൽ വിട്ടോളും. വേറെ ഒന്നും അറിയട്ടല്ലോ. ഇവർ ഈ വളം വെച്ചു കൊടുക്കുന്നുണ്ടോ ഈ പിള്ളേരിങ്ങനെ വഷളാകുന്നത്? ഇവളൊക്കെ ഒരുങ്ങി കെട്ടി വരുന്നത് തന്നെ ഇത് അവമാനം കാണിക്കാനാണ്, അല്ലാതെ പഠിക്കാനൊന്നും അല്ല. എന്താണ് നോക്കി പേടിപ്പിക്കുന്നത്? നിന്റെ തന്തയ്ക്ക് തന്നെ പേടി കാണും, എനിക്കില്ല. ചോദിക്കാനും പറയാൻ ആരും ഇല്ലെന്നുള്ളതിന്റെ നെകളിപ്പാ മോന്തടിച്ച് പൊടിക്കണവന്റെ. സാറേ മതി സാറേ. സാറേ സാർ ഇതിൽ ഇടപെടണ്ട. ഇന്നവള് ക്ലാസ് കിട്ടിയത് സിനിമയ്ക്ക് പോയി, നാളെ വല്ല ലോഡ്ജിലും ആയിരിക്കും. ഈ പ്രായത്തിൽ വല്ല പേര് ദോഷം കേൾപ്പിച്ചു വന്നാലേ സാർ ഉത്തരം പറയോ? ഇവനൊക്കെ തനി ഗുണ്ടകളാ. ടി സി കൊടുത്തങ്ങ് പറഞ്ഞു വിടുന്ന ഇവനൊക്കെ. അങ്ങനെ ടി സി ഒന്നും കൊടുക്കാൻ പറ്റില്ല. അടുത്ത മാസം പിള്ളേരെ പരീക്ഷ എന്ന് വെച്ച് പഠിപ്പിക്കുന്ന സാറുമാരല്ലേ ഇവന്മാർ തല്ലിയത്? മധുരെ സാറുമാരല്ല, സാറിനെ എന്നെ അവർ തല്ലിയോ? വേറെ ആരെങ്കിലും അവർ തല്ലിയോ? ഇങ്ങനെ മാത്രമല്ലേ അവർ തല്ലിയോ? അത് ഇയാളുടെ കയ്യിലിരിപ്പ് കാരണം. ഓഹോ, അപ്പൊ താനും ഇവരെ സപ്പോർട്ട് ചെയ്യണല്ലേ? പിള്ളേരോട് പറയേണ്ട വർത്താനമാണോ സാർ പറഞ്ഞേ? പിള്ളേർ കണ്ട കാര്യങ്ങളാണോ ഇവർ ചെയ്യുന്നത്? പിള്ളേരാകുമ്പോ തെറ്റുകുറ്റങ്ങൾ പറ്റും. അത് പറഞ്ഞ് മനസ്സിലാക്കാതെ ഒരു അധ്യാപകൻ ഇമ്മാതിരി വർത്താനം പറഞ്ഞ പിള്ളേർ നല്ല ആരാണെങ്കിലും കൂടെയുള്ള ഒരാളിനൊരു പ്രശ്നം പറ്റിയാൽ ഇങ്ങനെയല്ല പെരുമാറേണ്ടത്. പിന്നെ എങ്ങനെയാ പെരുമാറേണ്ട മധുരെ? സാറേ, ഇന്ന് മുജീബ് സാറിനെ തല്ലി അവന്മാര് പുറത്തിറങ്ങി നടന്നാലുണ്ടല്ലോ, നാളെ പിള്ളേരെല്ലാം കൂടെ കയറി സാറുമാരെ തല്ലും. പിന്നെ പിള്ളേരെ പേടിച്ചോടെ ജീവിക്കേണ്ടി വരും. ആരും പേടിക്കേണ്ട കാര്യമില്ല. ഒരുത്തരവനോട് പഠിക്കണ്ട, എല്ലാം അറിയിക്കണം. 2 ഗേറ്റിൽ പുറത്തിറങ്ങിക്കോ. എല്ലാത്തിനും ടീച്ചർ ചെയ്താൽ ഞാൻ പറഞ്ഞു വിടും. Get out!
മോളുടെ കാര്യം. അവളെ സ്കൂളിൽ തുടർന്ന് പഠിക്കണമെങ്കിൽ അതും നിങ്ങളുടെ രണ്ടുപേരുടെയും ഉത്തരവാദിത്വത്തിലായിരിക്കണം. അവളിന് പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാക്കില്ലെന്ന് നിങ്ങൾ രണ്ടുപേരും എഴുതി എനിക്ക് ഒപ്പിട്ട് തരണം. അതാണ് ഈ സ്കൂളിന്റെ ഫൈനൽ ഡിസിഷൻ. അവന്മാരെ കണ്ടോ? ആത്തോണ്ട് എന്താടാ മൊത്തം സീനായി. സീനാ എന്താടാ? വിനായകേ നീയൊക്കെ സാറിനെ അടിച്ചാ? അടിച്ച് ഇനിയും അടിക്കും. ഭ്രാന്ത് തീർന്നു. എന്താടാ പ്രശ്നം? കുട്ടേട്ടാ ഒരു സിഗരറ്റ്. എടാ നീ ആദ്യം കൂളാവ്. കുട്ടേട്ടാ ഒരു സിഗരറ്റ് താ. സിഗരറ്റ് ഒന്നുമില്ല. പിന്നെ എന്താ ഉള്ളേ? ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, എൻ്റെ മകൾ ആഷ്ന സ്കൂളിൻ്റെ അച്ചടക്ക നിയമം ലംഘിച്ചുകൊണ്ട് ഹൈസ്കൂളിലെ ആൺകുട്ടികളോടൊപ്പം സ്കൂളിൽ നിന്ന് പുറത്തു പോയത് അധികൃതരുടെ ശ്രദ്ധയിൽപ്പെടുകയും നാട്ടുകാരുടെ മുന്നിൽ വെച്ച് കൈയോടെ പിടികൂടുകയും ചെയ്തു. തെറ്റുകാരിയായി എൻ്റെ മകൾ ആഷ്നയ്ക്ക് മാപ്പ് നൽകി സ്കൂളിലേക്ക് തിരിച്ചെടുക്കണമെന്ന് മോളെ ഇവിടെ നമ്മളൊക്കെ ഉണ്ട്. പറച്ചിനെ പോകുമ്പോ നമ്മളെന്ന് വിളിക്കേ. ടിക്കറ്റ് ഒക്കെ ഞാൻ എടുത്തോളാം. മോളെ നമ്മള് ഇതിലേക്കൊക്കെ പോകണ്ട.
സാറേ സാറേ മനോജ് സാറേ സാറേ മനോജ് സാറേ സാറേ കണ്ണുറക്ക് സാറേ. അവന്റെ ജ്യൂസ് കട മയക്കുവരെന്ന് വെച്ചോ. നീ ബോബ് മാർലിയുടെ ടീഷർട്ട് ഇട്ട് സിന്തറ്റിക് വെക്കൂലടാ. സാറേ സാറിന് ആള് മാറിപ്പോയെന്നാ തോന്നണേ. ആള് മാറിപ്പോയെന്നാ? ഞാൻ ഇതൊന്നുമല്ല മെയിനായിട്ട് വിൽക്കണേ. പിന്നെ ഹൈഡ്രോഫോണിക്. ഹൈഡ്രോഫോണിക്കാ? അതെന്താണ്? ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ, മെയ്ഡ് ഫ്രം പ്യൂറസ്റ്റ് ഫോം ഓഫ് മർജുവാന. നിന്റെ അമ്മൂമ്മയുടെ ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. സാറേ ഇവന്മാരുടെ പേരൻസ് പുറത്തു വന്നിട്ടുണ്ട്. അവരുടെ അവിടെ നിൽക്കാൻ പറ. നമുക്ക് സ്കൂളിൽ പോവാം. സ്കൂളിൽ നിന്നല്ല എല്ലാം തുടങ്ങിയത് അല്ലടാ. എന്തൊക്കെയാടാ ഈ കൊച്ചു കേരളത്തിൽ നടക്കണേ? Wow, nostalgia. Smell of good old days. സാധനം വെളിയിലിട്ടുണ്ട് നിൽക്കാൻ. ഇവൻ പിന്നെ നിക്കറിലാണോ ഉള്ളത്? ഇന്നലെ ഇവിടെ നടന്നു വന്ന് സാർ കണ്ടില്ലായിരുന്നല്ലോ. യുദ്ധമായിരുന്നു, യുദ്ധം. പിള്ളേര് മൈനറാണ്, കേസൊന്നും എടുക്കാൻ പറ്റൊന്നുമില്ല. മൈനറാ? കൊടും ക്രിമിനലുകളാ അവര്. പ്രായം നോക്കാതെ പിടിച്ച് അകത്തിടണം. വളർത്തി വിട്ടേക്കുന്നു. 4 ലക്ഷം പഠിപ്പിച്ചു കൊടുക്കുന്ന ഗുരുനാഥൻ വരെയാ അവന്മാരെ കൈവച്ചത്. ഗുരുദാസ് സാർ കൂടുതൽ വർത്താനൊന്നും പറയണ്ട. പിള്ളേരെ നന്നാക്കാൻ അറിയില്ലേ പിന്നെ എന്തിനാണാവോ ഇങ്ങോട്ട് കയറി വരുന്നത്? പുസ്തകത്തിലുള്ള പഠിപ്പിക്കാനാ ഞങ്ങൾ ശമ്പളം വാങ്ങിക്കുന്നത്. അല്ല അവന്മാര് കള്ളു കുടിച്ചോ കഞ്ചാവ് കുടിച്ചോന്നോ നോക്കാനല്ല. പുസ്തകത്തിലുള്ളത് പഠിക്കുകയാണെങ്കിൽ പുസ്തകം പഠിച്ച് വീട്ടിൽ വെച്ച് പഠിച്ചാൽ പോലെ. വേഷം കെട്ടി ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ടോ? പിള്ളേര് ക്ലാസ് ഇല്ലാത്തപ്പോ എവിടെ പോണോ എന്തിനു പോണോ എന്നൊക്കെ നമുക്കെങ്ങനെ അറിയാം? സാറേ അവര് വീട്ടിൽ വെച്ച് ഇതൊന്നും ഉപയോഗിക്കുന്നത് ഞങ്ങൾ കണ്ടിട്ടില്ല. സ്കൂളിൽ വെച്ച് ഉപയോഗിക്കുന്നത് ഞങ്ങളും കണ്ടിട്ടില്ല. പിന്നെ ഇവന്മാർ എവിടെ വെച്ച് ഉപയോഗിക്കുന്ന അതന്വേഷിക്കാനല്ലേ പോലീസ്. അങ്ങോട്ട് ചോദിക്കും. പിള്ളേര് എവിടെ പോണേ ഇങ്ങോട്ട് പോകണം നോക്കിയിരിക്കലല്ല പോലീസിന്റെ പണി. പോലീസിന് പിന്നെ എന്തോ പണി? വളവിൽ പമ്മി ഇരുന്ന് പെറ്റി അടിക്കലോ. കുട്ടേട്ടൻ വന്നപ്പോ നമ്മള് നിന്റെ കുട്ടേട്ടൻ കുറച്ച് പച്ച ചാണകം വാരി തന്നാ നീ തിന്നോ? ഇല്ല. നിനക്കൊക്കെ തിരിച്ചറിവാനേ പ്രായമായില്ലേ? ഇവിടുത്തെ കൊച്ചു പിള്ളേരായാലും പരിചയമില്ലാത്ത ആരെങ്കിലും മിഠായി കൊടുത്താലും ബിസ്ക്കറ്റ് കൊടുത്താലും തിന്നൂല്ലോടാ. പിന്നെ കുട്ടേട്ടനെ പരിചയമുള്ളതുകൊണ്ടാണ്. എന്റെ അമ്മൂമ്മയുടെ കുട്ടേട്ടൻ, എന്റെ ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. നീയൊക്കെ കുട്ടേട്ടൻ സാധനം വലിച്ചേരിട്ട് ആരൊക്കെ ഉപദ്രവിച്ച് എന്തൊക്കെ ചെയ്തു വല വിടാ. ഇതൊക്കെ ഉപയോഗിക്കുമ്പോ സ്വയം ബാഹുബലിയാണെന്ന് നിനക്ക് തോന്നും. പക്ഷെ ബോധമുള്ളമാരും ഉമ്മാർക്ക് പ്രാന്താന്ന് പറയുള്ളൂ. സാർ ഇത്തവണത്തേക്ക് സാർ ക്ഷമിക്കണം. ഇനി ഇത് ആവർത്തിക്കത്തില്ല. ഞാൻ ഉറപ്പുവരാം. എന്തുറപ്പാടോ? ഇന്ന് ഉമ്മാർക്ക് സാധനം ഫ്രീ ആയിട്ട് കിട്ടി. നാളെ കാശ് കൊടുത്ത് വാങ്ങേണ്ടി വരും. അപ്പൊ വീട്ടിൽ നിന്ന് മോഷ്ടിക്കാൻ തുടങ്ങും. ഇനി വീട്ടിൽ നിന്ന് കിട്ടിയില്ലെങ്കിലോ നാട്ടിലിറങ്ങി മോഷ്ടിക്കും. കാശിന് വേണ്ടി പിടിച്ചു പറിക്കും, വെട്ടും, കുത്തും, ആളെയും കൊല്ലും. ഇപ്പൊ ഈ നിൽക്കുന്ന ഇപ്പുണ്ടല്ലോ, ഏതെങ്കിലും പോലീസ് സ്റ്റേഷനിലോ കോടതി വരാന്തയിലോ നിൽക്കും. അതിനധികം സമയമൊന്നും വേണ്ടി വരില്ല. ഇപ്പൊ പിടിച്ചോണ്ട് പിടിച്ച് പോരാത്തതിന് സ്കൂളിൽ നിന്ന് കേസ് കൂടി തന്നിട്ടുണ്ട്. ഈ സ്കൂളിന്റെ ചരിത്രത്തിൽ ഇത്രയും വലിയ പ്രശ്നമുണ്ടാക്കിയവന്മാരെ ഇനി ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. മദറിന് ഉറപ്പുണ്ട് ഇവന്മാര് മാത്രമാണ് ഇവിടെ ഡ്രഗ്സ് ഉപയോഗിക്കണേന്ന്. ഈ സ്കൂളിലെ പെൺകുട്ടികൾ ഉൾപ്പെടെ പല കുട്ടികളും ഇവന്റെ ഡ്രഗ്സ് വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. അതല്ലെങ്കിൽ ഇമാര് തല്ലുപിടി ഉണ്ടാവോ?
മനോജ് സാറിന്റെ തലയ്ക്ക് 8 സ്റ്റിച്ചാണ്. ജീവൻ പോവാഞ്ഞ ഭാഗ്യം. അയാൾക്കത് കിട്ടണം. എന്നെ തല്ലിപ്പോ വലിയ ഡയലോഗായിരുന്നല്ലോ. മുജീബ് സാറിനെ തല്ലിയത് പിള്ളേരാ, പക്ഷെ എന്നെ തല്ലിയത് ഇവരല്ല. പിന്നാരാ? അവരുടെ ഉള്ളിൽ കിടന്ന സാധനമാണ്. എനിക്ക് പരാതിയൊന്നുമില്ല സാറേ. പിള്ളേര് പരീക്ഷ എഴുതട്ടെ. അങ്ങേർക്ക് പരാതിയൊന്നും ഇല്ലായിരിക്കും, പക്ഷെ പരാതിയുള്ളവരൊക്കെ ഇവിടെ ഉണ്ട്. ഇന്നമാര് തല്ലി തലയടിച്ചു പിടിച്ചു, നാളെ അമ്മാരെങ്കിലും കൊല്ലും. അപ്പോഴും പരാതിയൊന്നും ഇല്ലെന്ന് പറഞ്ഞാൽ മതി. അത് കേട്ട് തലകുലിക്ക് വരാൻ ഒരു പോലീസ് ഓഫീസർ. സാറേ 4-5 അടി കൊടുത്താലേ ഇമാര് നന്നാവുള്ളൂ. താൻ ഇത്ര ആള് തല്ലിയല്ലോ, എന്നിട്ട് അവന്മാര് നന്നായോ? അടിക്കാതെ പിന്നെ എല്ലാ പ്രശ്നത്തിനും അവസാനം പിള്ളേരെ പിടിച്ച് തല്ലിയാൽ മതിയല്ലോ. എടോ, പിള്ളേരോട് സംസാരിക്കണം, കാര്യങ്ങൾ ചോദിക്കണം. ഒരു സാധാരണ സ്കൂൾ വിദ്യാർത്ഥി ഇമാതിരി സാഹചര്യങ്ങൾ എങ്ങനെ എത്തുന്നു? എങ്ങനെ ഇവർക്ക് ഈ സാധനങ്ങൾ കിട്ടുന്നത്? ആരൊക്കെ ഇവരുടെ കൂട്ടുകാര്? ഇതാർക്കെങ്കിലും അറിയാമോ? ഇതിനെപ്പറ്റി ഏതെങ്കിലും സാറുമാരെ അന്വേഷിച്ചിട്ടുണ്ടോ? അറ്റ്ലീസ്റ്റ് പാരന്റ്സ് ഇതിനെ കുറിച്ചൊക്കെ ചോദിക്കാറുണ്ടോ? നിങ്ങൾ ആരെങ്കിലും ചോദിച്ചിട്ടുണ്ടോ? സ്കൂൾ വിട്ടിട്ട് വൈകിട്ട് വീട്ടിൽ പോയി എന്താ ചെയ്യാറ്? വീടിൻ്റെ അടുത്ത് ഫുട്ബോൾ കളിക്കായിരുന്നു സാറേ. ഇപ്പൊ ഇല്ല. അതെന്താ ഇപ്പൊ കളിക്കാത്ത? ബോൾ നിങ്ങൾക്ക് ഗ്രൗണ്ടിൽ കളിക്കാൻ പോയിക്കൂടെ? നേരത്തെ ഗ്രൗണ്ടിൽ പോയിരുന്നു. ഇപ്പൊ എന്താ പോകാറില്ലേ? നമ്മുടെ ചരിത്ര പോരാട്ടങ്ങളുടെ ചരിത്രമാണ് കർഷകരുടെ ഭൂസമരങ്ങൾ, തൊഴിലാളികളുടെ അവകാശ സമരങ്ങൾ, ഭരണഘടനയുടെ രൂപീകരണം, ഈ നാട്ടിലെ ഹൈന്ദവ വിശ്വാസികൾ. എന്നാ പിന്നെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്കൂൾ ഗ്രൗണ്ടിൽ കളിച്ചൂടെ? സ്കൂൾ ഗ്രൗണ്ട് ബസ് സ്റ്റാൻഡോ? പിള്ളേരെ കളിക്കുന്ന ഗ്രൗണ്ടിലാണ് സ്കൂൾ ബസ് ഇടാൻ. പിന്നെ ഗ്രൗണ്ടിലല്ലാതെ പുറപ്പുറത്തോണ്ട് ഇടാൻ പറ്റുമോ? ബസ് ഇട്ടില്ലെങ്കിൽ അയാൾ സമ്മതിക്കില്ല. ഫുൾ ടൈം പിള്ളേരുടെ പുറകെ വടിയായി പോയി അടിച്ചു ഓടിക്കും. അതാ അയാളുടെ രീതി. എടോ സാറേ, പിള്ളേർക്ക് ഗ്രൗണ്ട് കളിക്കാനുള്ളതാണ്, അല്ലാണ്ട് നിങ്ങൾക്ക് ബസ് ഓടിച്ച് കളിക്കാനുള്ളതല്ല. കളിച്ചടക്കേണ്ട പ്രായത്തിൽ ഗ്രൗണ്ട് അടച്ചു കൂട്ടിയിട്ട് പിള്ളേരെ കളിക്കാൻ സമ്മതിക്കാതെ ഒരു ഫിസിക്കൽ ആക്ടിവിറ്റിയും കൊടുക്കാതെ എവിടെയെങ്കിലും അടങ്ങി ഒതുക്കി ഇരിക്കാൻ പറഞ്ഞാൽ അവരെന്തെങ്കിലും വലിച്ചേറ്റി എവിടെയെങ്കിലും പോയിരിക്കും. പിന്നെ ഇത് പുകയിലേക്കൂല, സിന്തറ്റിക് ആവും, അവന്റെ അമ്മൂമ്മയുടെ ഹൈഡ്രോഫോണിക് ആവും. അടി ഇടി പിന്നെ സ്വബോധമില്ലാത്ത അടി. പോലീസ് കേസ് ഇതുവരെ എത്തി. ഇനി അടുത്തോട് ഞാൻ പറഞ്ഞുതരാം, മറ്റേ സ്ഥലങ്ങളെ പോലെ തോക്ക് വാങ്ങിച്ച് സ്കൂളിൽ കയറിയമാരിട്ട് പൊട്ടിക്കും. അതും ഈ കേരളം കണ്ടി വരും. അന്നേ നിങ്ങളിതൊക്കെ തിരിച്ചറിയുള്ളൂ. കേട്ടോ? പിള്ളേരെ വ്യക്തിത്വ വികസനത്തിനും സ്വഭാവ രൂപീകരണത്തിനും നിങ്ങൾ എന്തെങ്കിലും മാങ്ങാത്തലൂടെ ചെയ്യുന്നുണ്ടോ? സാർ അങ്ങനെ അധിക്ഷേപിക്കരുത്. കുട്ടികളുടെ ആത്മീയവും ഭൗതികവുമായ വികാസത്തിൽ ഊന്നി തന്നെയാണ് ഈ സ്കൂൾ പ്രവർത്തിക്കുന്നത്. എങ്ങനെ ഊന്നി? എന്തൂന്നി? എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും ഞങ്ങൾ മുടങ്ങാതെ പ്രയർ ചൊല്ലിക്കാറുണ്ട്. ബെസ്റ്റ്. സാർ വിചാരിക്കുന്നവരല്ല, ഒരു മതത്തിന്റെ മാത്രമൊന്നുമല്ല, എല്ലാ മതത്തിന്റെ പ്രാർത്ഥനകളും ഞങ്ങൾ ഉൾപ്പെടുത്താറുണ്ട്. പിന്നെ ഓരോ മതത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്കും അവരവരുടെ വിശ്വാസത്തിനനുസരിച്ച് പ്രാർത്ഥിക്കാനുള്ള സൗകര്യവും ഒരുക്കിയിട്ടുണ്ട്. എന്നിട്ട് എന്തെങ്കിലും മാറ്റമുള്ളതായിട്ട് സാറിന് തോന്നണ്ടോ? പ്രാർത്ഥിക്കാനാണെങ്കിൽ ഒരുങ്ങിക്കെട്ടി ഇങ്ങോട്ട് വന്നോ, വല്ല പള്ളിയിലോ അമ്പലത്തിലോ പോയിരുന്നാ പോരെ. എന്നാ പിന്നെ പൊങ്കാലയും പള്ളിപ്പെരുന്നാളും ഉറൂസും കൂടി സ്കൂളിൽ വെച്ചെടുത്താ. കുട്ടികളെ സ്കൂളിലേക്ക് വിടുന്നത് അറിവ് നേടാനും സ്വന്തം കഴിവുകൾ തിരിച്ചറിയാനും സ്വഭാവ രൂപീകരണത്തിനും വേണ്ടിയാണ്, അല്ലാണ്ട് ഭക്തി പഠിപ്പിക്കാനില്ല. അതിനൊക്കെ അതിൻ്റെതായ സ്ഥലങ്ങളും ഉണ്ട്, ആളുകളും ഉണ്ട്. അത് അവര് നോക്കിക്കോളും. പിന്നെ നിങ്ങളുടെ ജോലി പഠിക്കുന്ന പിള്ളേരെ പഠിപ്പിക്കൽ മാത്രമല്ല, പഠിക്കാത്ത പിള്ളേരെ നേരെ വഴിക്ക് കൊണ്ടുവരാനും കൂടിയാണ്. കേട്ടോ? അവന്റെ അമ്മൂമ്മയുടെ ഹൈഡ്രോഫോണിക് ഫ്രം കാലിഫോർണിയ. അല്ലല്ല സാറേ, ഞാൻ ഇനി ആവർത്തിക്കില്ല. അച്ഛനാണ് സത്യം. മനൂപി സദാശിവ, യെസ് മദർ. നീയും ഈ സ്കൂളിലല്ലേ പഠിച്ചത് മനൂപി സദാശിവൻ? പൂർവ്വ വിദ്യാർത്ഥി സംഘം. എന്നിട്ട് താൻ എന്താണോ ഇങ്ങനെ ആയിപ്പോയത്? തന്നെ കണ്ടാ പറയില്ലല്ലോ ഇതാണ് പണിയെന്ന്. പിന്നെ മദർ എന്ത് വിചാരിച്ച് നട്ടുച്ചയ്ക്ക് ജാക്കറ്റും വലിച്ചേറ്റി ഹുഡി ഇട്ടിട്ട് മാസം കാണിച്ച് ഹലോ ഓഫീസർ ഡ്രഗ്സ് വേണമെന്നും പറഞ്ഞ് ചോദിക്കുന്നു ഓർത്തോ? ഇതേപോലെ സിമ്പിൾ ആയിട്ട് പെണ്ണ് കാണാൻ പോണ ചെക്കനെ പോലെ ആയിരിക്കും വന്നിരിക്കണത്. ഇവനെപ്പോലെ ഉള്ളവന്മാരാ സാറേ പിള്ളേരെ വഴിതെറ്റിക്കുന്നത്. ഇപ്രാവശ്യത്തേക്ക് അവസാനത്തെ ഒരു അവസരം പോലെ സാർ ഒന്ന് ക്ഷമിക്കേ. ഇവനോടോ? അല്ല, എൻ്റെ മോൻ്റെ കാര്യം. ഇനി അവരങ്ങനെയൊന്നും ചെയ്യില്ല. ഇതൊന്നും ഒരിക്കൽ വായിച്ചാൽ പിന്നെ നിർത്താനൊന്നും പറ്റത്തില്ല, പ്രത്യേകിച്ച് അവന്മാരെ പോലെ കുരുത്തക്കണ്ടമാർക്ക്. ഇനിയിപ്പോ നിർത്തിയാൽ തന്നെ വീണ്ടും ഉപയോഗിക്കാതിരിക്കാനുള്ള ക്യാരക്ടർ ഉണ്ടോ? ഇല്ല. സാറേ, സാറൊന്ന് ഇങ്ങോട്ട് വന്നേ. ഇങ്ങ് വാ സാറേ.